അപ്പൊ നമ്മൾ അല്ലാഹു തആല കാരുണ്യം ചെയ്യും, എന്റെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു തആല തീർത്തു തരും, ഞാൻ ഇനിയൊരു വഴിയില്ല എന്ന് കരുതി വഴിമുട്ടി നിൽക്കുകയാണെങ്കിലും എനിക്കെന്റെ റബ്ബുണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അല്ലാഹു തആല ആ രൂപത്തിൽ വഴി കാണിച്ചു തരും. അതല്ല, റബ്ബിലും പ്രതീക്ഷയില്ലാതെ ഒരാൾ ഇങ്ങനെ ജീവിച്ചാൽ പിന്നെ എങ്ങനെയാണ് റബ്ബ് അയാൾക്ക് പരിഹാരം കാണിച്ചു കൊടുക്കുക? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി, നബിയെ, അങ്ങയോട് ആരെങ്കിലും എന്നെ കുറിച്ച് ചോദിച്ചാൽ അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട് എന്നവരോട് പറഞ്ഞു കൊടുക്കണം. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ, ആരാണോ എന്നോട് ചോദിക്കുന്നത് അവർക്കൊക്കെ ഞാൻ ഉത്തരം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട് എന്ന് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണേ. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ളൊരു റബ്ബ് നമുക്കുണ്ടായിട്ട് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും ആ റബ്ബിനോട് നമ്മൾ പങ്കുവെക്കാതെ ആത്മഹത്യയിലേക്കും മറ്റുള്ള വേണ്ടാത്ത ചിന്തയിലേക്കൊക്കെ നമ്മൾ പോയാൽ നമ്മൾ എത്ര ഹതഭാഗ്യരാണ്. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ എളുപ്പത്തിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലെ വലിയൊരു സമ്പന്നൻ, നല്ല സ്വാധീനമുള്ള വ്യക്തി, ലോകത്തിന്റെ ഏതു ഭാഗത്തും സ്വാധീനമുള്ള ഒരു വ്യക്തിയാണെന്ന് കൂട്ടിക്കോളൂ. അദ്ദേഹം നമ്മളോട് പറയാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും പ്രയാസം വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാനസികമായൊരു ധൈര്യം എത്രയായിരിക്കും? എന്നാൽ നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് നമ്മളോട് പറയാണ്, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം, ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് എന്നൊക്കെ. ഇതൊക്കെ പോരെ നമുക്ക് സമാധാനിക്കാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ച് പിന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും നോക്കാതെ നമ്മെ അനാഥമാക്കി പോയവനല്ല, മറിച്ച് ഓരോ സെക്കൻഡിലും നമ്മെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ടിരിക്കുന്നവനാണ്. ചില സമയത്തൊക്കെ രക്ഷിതാക്കള് കുട്ടികൾക്ക് അവരിഷ്ടപ്പെടുന്ന സാധനങ്ങൾ കൊടുക്കാതെ മാറ്റിവെക്കും. പനിയുള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല കഫക്കെട്ടുള്ള സമയത്ത് കുട്ടിക്ക് ഐസ്ക്രീം നല്ല ഇഷ്ടമാണെന്ന് രക്ഷിതാവിന് അറിയാം, ഉമ്മാക്കറിയാം, ഉപ്പാക്കറിയാം, പക്ഷെ കൊടുക്കൂല. എന്നതുപോലെ റബ്ബ് പലപ്പോഴും നമുക്ക് തരാതെ പലതും മാറ്റിവെച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും റബ്ബിന് നമ്മോടുള്ള ദേഷ്യം കൊണ്ടോ റബ്ബ് നമ്മെ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അല്ല, മറിച്ച് റബ്ബ് അതിനേക്കാൾ നല്ലത് നമുക്ക് കണക്കാക്കി വെച്ചതുകൊണ്ടാണ്. അത് അകക്കാഴ്ചയുള്ളവർക്ക് മാത്രമേ ഇത് കാണാൻ കഴിയൂ. അകക്കാഴ്ചയുള്ളവർക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹ് പലതും തരാതിരിക്കുന്നു, അതിനു പകരമായി റബ്ബ് പലതും നമ്മുടെ ജീവിതത്തിൽ അതിനേക്കാൾ ഉത്തമമായത് നമുക്ക് തരുന്നു. ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ കാണാൻ അങ്ങേയറ്റം ഉൾക്കാഴ്ചയുള്ള ആളുകൾക്കേ കഴിയൂ. അങ്ങനെ കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വളരെ ആനന്ദമുള്ള ഒരു അവസ്ഥയാണ്.